ഹലോ നമസ്കാരം. സന്തോഷ്. കേരള നിയമസഭ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾ BJPയുടെ NDAയുടെ തുടരുന്നു. ഏപ്രിൽ 4 ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു. മാർച്ച് 29 പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പ്രസംഗവും റോഡ് ഷോയും. ഇന്ത്യയുടെ കാശിയാണ് പാലക്കാടെന്നും പാലക്കാടിന് വേണ്ടി നിരവധി വികസന പദ്ധതികൾ NDA സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും കേരളം മാറി മാറി ഭരിച്ച LDF UDF സർക്കാരുകളുടെ കൊള്ളകൾ അന്വേഷിക്കാൻ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും കേരള നിയമസഭയിൽ BJPക്ക് ഭൂരിപക്ഷം നൽകാനും പ്രധാനമന്ത്രി. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും BJPയുടെ കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നും വനിതകൾക്ക് 2500 രൂപയുടെ ഭക്ഷ്യ സുരക്ഷാ ആരോഗ്യ കാർഡ്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 2 LPG ഗ്യാസ് സിലിണ്ടർ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുടിവെള്ളം സൗജന്യമായി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽപാത, കോഴിക്കോട് ജില്ല വരെ മെട്രോ റെയിൽ. കേരളത്തിലെ LDF ഗവൺമെൻറ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, 1,00,000 കോടിക്ക് മുകളിൽ കിഫ്ബി വഴി നടത്തിയ വികസന പദ്ധതികൾ, റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൽ, വൈദ്യുതി തടസ്സമില്ലാതെ, ഗെയിൽ ഗ്യാസ് ലൈൻ പൈപ്പ് പദ്ധതി. കേരള സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPയുടെ അധികാര കേന്ദ്രങ്ങളിൽ, ഭൂരിപക്ഷമുള്ള കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുമെന്നും SDPIയുടെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും വേണ്ടെന്നും ഇല്ലെന്നും അഭ്യൂഹങ്ങൾ. കേരള കോൺഗ്രസ് UDFൻ്റെ ടീം VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ MP മാർക്ക് സീറ്റ് നൽകാതെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വനിതകൾക്ക് സൗജന്യ KSRTC യാത്രയും 3000 രൂപ പെൻഷൻ, കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ 25 ലക്ഷം രൂപ വരെ. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിൻ്റെ വിധി എഴുതുമ്പോൾ മെയ് 4 റിസൾട്ട് അറിയാം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.